ഇന്നെന്തായാലും എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ കായികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് നോക്കുമ്പോൾ എനിക്കൊരു നല്ല ദിവസമായിട്ട് തോന്നുന്നു. കാരണം ഇന്ത്യൻ ടീം ജയിച്ചു. കിങ് കോഹ്ലി അണ്ണൻ സെഞ്ചുറി അടിച്ചു, 135 റൺസ്. അത് പലർക്കുള്ളൊരു മറുപടിയാണ്. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അപ്രതീക്ഷിതമായി ജയിച്ചു എന്ന് എനിക്ക് കളി കാണാൻ പറ്റിയില്ല. എനിവേ സ്കോർ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്കോർ നോക്കിയത്, പകുതിക്ക് ശേഷം സ്കോർ നോക്കിയത്. പകുതിക്ക് ശേഷമല്ല, ഞാൻ നോക്കുമ്പോൾ അധിക സമയം കഴിഞ്ഞ് 90+1 ആയിട്ടുണ്ട്. നോക്കുമ്പോൾ 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിൽ. എന്നാലൊരു വിഷമം, കാരണം പല സമയങ്ങളിലും ലീഡ് എടുത്തിട്ട് അവസാന നിമിഷം കൊണ്ടുപോയിട്ട് ഒരു ഗോൾ അവരടിച്ചിട്ട് സമനിലയിൽ പോകുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അത് കാരണം കൊണ്ടൊരു ഡൗട്ട്. പിന്നെ കളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നോക്കിയത്. 2-1 തന്നെ, മാറ്റമൊന്നുമില്ല, ജയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസിനെ അവരുടെ തട്ടകത്തിൽ പോയിട്ട്, പാലസിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽപ്പിച്ചിട്ടുണ്ട്. ഇതൊരു ഇതാണ്, കാരണം ക്രിസ്റ്റൽ പാലസിനെ അവരുടെ നാട്ടിൽ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്രിസ്റ്റൽ പാലസിനെ ഈവൻ ഓൾഡ് ട്രാഫോർഡിലാണ് തോൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഡാർവൻസ് 2021 മുതൽ അങ്ങോട്ടാണ്, 2021 തൊട്ടിട്ടാ തോന്നുന്നത്, അത് 23 തൊട്ടിട്ട് വാട്ടവർ ക്രിസ്റ്റൽ പാലസിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ഒരു മോശം റെക്കോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. എന്നാൽ അത് ഇതോടുകൂടി തീർന്നു കിട്ടി, ആശ്വാസം. ഞാൻ ആലോചിച്ച് എന്താ പറയുക, ഈ കളി ജയിക്കില്ല എന്ന് വിചാരിച്ച കളിയാണ് ഈ കളി ജയിച്ചു. കഴിഞ്ഞ കളി ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് എവർട്ടൻ്റെ ഒരാൾ റെക്കോർഡ് കൊണ്ട് പോയിട്ട് 10 പേരായിട്ട് കളിച്ച എവർട്ടനെതിരെ 1 ഗോളിന് തോറ്റു. അതാണ് ഒന്നുകൂടി എന്നെ വിഷമം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വിഷമിച്ചിട്ട്. കാരണം സ്വന്തം നാട്ടിലെ ഓൾഡ് ട്രാഫോർഡിലെ എവർട്ടനെതിരെ 10 പേരായിട്ട് എവർട്ടൻ ചുരുങ്ങിയിട്ട് 11 പേരായിട്ട് കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1 ഗോളിന് തോറ്റു എന്ന് പറയുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാക്കും. ആ കളി കൂടി ജയിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ, പോയിന്റ് ടേബിളിൽ മിനിമം 3-ാം സ്ഥാനത്തേക്ക് എത്തായിരുന്നു. പോയി. എനിവേ ഇതൊരു ബോണസാണ്. ജയിച്ചു. ആദ്യം ഗോൾ അടിച്ചത് അവരാണ്, നമ്മുടെ ക്രിസ്റ്റൽ പാലസാണ്. പക്ഷേ ക്രിസ്റ്റൽ പാലസ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഇസയൊക്കെ മാറി, ഇസയൊക്കെ ആഴ്സണലിലേക്ക് കൂടി മാറി. എന്തായാലും അക്കൗണ്ട് തുറന്നത് നമ്മുടെ ക്രിസ്റ്റൽ പാലസാണ് പെനാൽറ്റിയിലൂടെ. അപ്പം തന്നെ എല്ലാം തീർന്നുണ്ടാവും, കാരണം കഴിഞ്ഞു. ഇനി എന്തായാലും അവരൊരു ഗോളും കൂടി അടിച്ച് സെക്യൂർ ആവുന്ന ലെവലിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഹാഫ് ടൈമിന് ശേഷം സെർക്സി, വിചാരിക്കാത്ത പേരാണ് സെർക്സി. കഴിഞ്ഞ കളിയിൽ വമ്പൻ പരാജയം എന്ന് പറയാൻ പറ്റില്ല, വാട്ടവർ. അത് എവർട്ടൻ്റെ ഗോൾ കീപ്പറായ പിക്ഫോർഡിൻ്റെ ഒരു ഉഗ്രൻ സേവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോശം കളി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കളി. ഗോളൊന്നും അടിച്ചില്ലല്ലോ, ഒരു സ്ട്രൈക്കറൊക്കെ നമ്മൾ ഗോൾ അടിക്കണ്ടേ. ഷെഷ്കോയുടെ പകരം ആണ് ടീമിലെ ആൾ ഇതാക്കിയത്, കാരണം ഷെഷ്കോക്ക് പരിക്കാണ്. പക്ഷേ ഞാൻ സെർക്സി ഗോൾ അടിക്കുന്ന വിചാരിച്ചില്ല. ഗോൾ അടിച്ച രീതി സൂപ്പറായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ സെറ്റ് പീസ് കിട്ടുന്നു, അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു, ബോൾ കൺട്രോൾ ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത ആംഗിൾ നോക്കണം. ആംഗിൾ കുറച്ച് നാരോ ആംഗിളായിരുന്നു. അതെങ്ങനെ ഗോൾ കീപ്പറുടെയും ക്രിസ്റ്റൽ പാലസിൻ്റെയും കളിക്കാരൻ്റെ ഇടയിലൂടെ അത് പോയത്, വാട്ടവർ ഉള്ളിൽ കയറി. ഓക്കെ, സെക്സി ഗോൾ അടിച്ചു, അത് ഞെട്ടിക്കുന്ന ഗോളായിരുന്നു. പിന്നെ മെയ്സൺ മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ആളുകൾ മിന്നലാട്ടം അടിച്ച് പോകുന്ന ഒരാളായിരുന്നു. എനിവേ മെയ്സൺ മൗണ്ട് ഗോൾ അടിച്ചു. ഫ്രീ കിക്ക് റഫറി ബസ്സിലടിച്ചു. ബ്രൂണോ ആണ് സാധാരണ ഫ്രീ കിക്ക് എടുക്കാറ്. ബ്രൂണോയും മെയ്സൺ മൗണ്ടും നിൽക്കുന്നുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്നവരും, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി നിരീക്ഷിക്കുന്നവരും, പ്രീമിയർ ലീഗ് നിരീക്ഷിക്കുന്നവരും, ഈവൻ ഇപ്പോൾ എതിരാളികളായി കളിച്ച ഈവൻ നമ്മുടെ ക്രിസ്റ്റൽ പാലസിൻ്റെ ഗോൾ കീപ്പറും കോട്ട കാത്ത് നിന്നവരും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും ബ്രൂണോ എടുക്കുന്നു വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ റഫറി വിസിൽ മുടക്കി ബ്രൂണോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. മെയ്സൺ മൗണ്ട് പിന്നാലെ വന്നിട്ട് ഒരു ഗ്രൗണ്ട് ഷോട്ട് പന്തുള്ളി കയറി. വാവ്. ഓക്കെ, 2-1. എനിവേ ആ 2-1 ലീഡ് അവസാനം വരെ വിസിൽ ഊതുന്നവരെ കാത്തു സൂക്ഷിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റി. വിലപ്പെട്ട 3 പോയിന്റ് കിട്ടി. ഈ ജയത്തോടു കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പോയിന്റ് കിട്ടിയല്ലോ, 7ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അപ്പോൾ ഉയർക്കണ്ട, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 7ാം സ്ഥാനത്തല്ല, അതിനൊന്ന് പ്രത്യേകത നോക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 7ാം സ്ഥാനത്ത് 21 പോയിന്റ്. 1ാം സ്ഥാനത്തുള്ള ആർസണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തമ്മിൽ വ്യത്യാസം 9 പോയിന്റ്. 2ാം സ്ഥാനത്തുള്ള സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തമ്മിൽ വ്യത്യാസം വെറും 4 പോയിന്റ്. സിറ്റിക്ക് 25 പോയിന്റാണ്. 3ാം സ്ഥാനത്തുള്ള ചെൽസിക്ക് 24 പോയിന്റാണ്. യുണൈറ്റഡിന് 21 പോയിന്റ്, 3 പോയിന്റ് വ്യത്യാസം. അപ്പോൾ അത്രയ്ക്കും അടുത്തെത്തിയെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇനി അടുത്ത കളി വെസ്റ്റ് ഹാമിനെതിരെ ഓൾഡ് ട്രാഫോർഡിലാണ്. തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടി പോയി കിട്ടും. അപ്പോൾ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് സന്തോഷം, സമാധാനം.